നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ ആരോഗ്യവകുപ്പ് 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ഈ വാർഡുകളിൽ നാളത്തെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. നാളെ മുതൽ പ്രത്യേക സർവേയും പരിശോധനയും ആരംഭിക്കുമെന്നും പറയുന്നു. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ, എന്തൊക്കെയാണ് തിരുവാലി പഞ്ചായത്തിലെ നിയന്ത്രണങ്ങൾ, കണ്ടെയ്ൻമെന്റ് സോണാക്കിയ വാർഡുകൾ, അതുപോലെ മുൻകരുതലുകൾ എന്തൊക്കെ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? SKN നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കും ചില നിയന്ത്രണങ്ങളിലേക്കും ആരോഗ്യവകുപ്പും തിരുവാലി പഞ്ചായത്തും ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവാലി പഞ്ചായത്തിൽ പൂർണ്ണമായും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്നും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം ഒരു യോഗം ചേർന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുമ, പനി ഉള്ളവർ എത്രയും വേഗം അതിൽ ഒരു അറിയിപ്പ് നൽകണം എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഇനി പനി ബാധിച്ചവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നാളെ രാവിലെ മുതൽ ഒരു പ്രത്യേക സ്ക്വാഡ് ഓരോ വീടുകളിലും കയറി പനിയും അല്ലെങ്കിൽ ചുമയോ ബാധിച്ചവരെ കണ്ടെത്തും. അവരെ ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉടൻ തന്നെ എടുക്കും എന്നുള്ളതാണ്. ഈ ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരന് 2 മാസം മുൻപ് നിപ ബാധിച്ച് മരിച്ചിരുന്നു. അന്ന് ആരോഗ്യവകുപ്പ് എടുത്ത അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം എടുത്ത ഒരു തീരുമാനമായിരുന്നു ഓരോ വീടുകളിലും കയറി പനിയും ചുമയും ഉള്ളവരെ കണ്ടെത്തുക, അവരെ എത്രയും വേഗം ഐസൊലേറ്റ് ചെയ്യുക, അവരുടെ സാമ്പിളുകൾ ശേഖരിക്കുക, അത് പരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളത്. അത് വിജയം കണ്ടു എന്നുള്ളതിൻ്റെ വിലയിരുത്തലിലാണ് ഇപ്പോൾ നടുവത്തും അതേ രീതിയിലുള്ള സമാന രീതിയിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ കടക്കുന്നത്. 151 പേരാണ് നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്നത്. അതിൽ 5 പേർ ഐസൊലേറ്റ് വാർഡിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ സാമ്പിളുകൾ ഇതിനോടകം തന്നെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഒപ്പം തന്നെ 24 വയസ്സുകാരൻ പല ഭാഗങ്ങളിലും കൂട്ടുകാർക്കൊപ്പം പോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമ്പർക്ക പട്ടിക കുറച്ചുകൂടി വിപുലീകരിക്കപ്പെടാനാണ് സാധ്യത. അതിൻ്റെ ഒരു ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏത് രീതിയിൽ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമാവുകയും ചെയ്യും. നിലവിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ ആകെ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രദേശത്തെ കാര്യങ്ങൾ ഓൺലൈൻ മീറ്റിംഗിലൂടെയൊക്കെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ബിപിൻ സി വിജയൻ. എന്തായാലും മലപ്പുറത്തെ ആശങ്ക ചെറുതായിട്ട് ഉയർത്തിയിട്ടുണ്ട്. നിപ്പ സ്ഥിരീകരിച്ചതോടെ ചെറിയ ഒരു ആശങ്ക അവിടെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവിധമായ മുൻകരുതലും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു എന്നാണ് പ്രൈം ടൈമിന് മനസ്സിലാക്കാൻ കഴിയുന്നത്.